നാസിക്കിലെ TCS ഉണ്ടായ സംഭവം, അതിനെക്കുറിച്ച് ഞാൻ വീഡിയോ ചെയ്യണമെന്ന് ഒരുപാട് പേര് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ആ ആവശ്യം എന്ന് പറയുന്നത് പലരും അതൊരു രാഷ്ട്രീയ കണ്ണോടുകൂടിയാണ് എൻ്റെ അടുത്ത് ചോദിച്ചേക്കുന്നത് എനിക്കറിയാം. പക്ഷേ എനിക്ക് അങ്ങനെ വ്യത്യാസമൊന്നുമില്ല. ഏത് മതവും ജാതിയൊക്കെ ആയാലും ശരി, അത് നിർബന്ധിച്ചുള്ള മതപരിവർത്തനം എന്ന് പറയുന്നതിനെ ഒരിക്കലും ഞാൻ താല്പര്യപ്പെടുന്നില്ല. എനിക്ക് താല്പര്യമുള്ള കാര്യവുമല്ലത്. നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയിൽ ആർട്ടിക്കിൾ 25, അതായത് 25-ാം അനുച്ഛേദം നമുക്ക് തരുന്ന ഒരു വലിയ മൗലികാവകാശമാണ്. ഓരോ പൗരനും തരുന്ന ഒരു മൗലികാവകാശമാണ് ഫ്രീഡം ടു പ്രാക്ടീസ്, പ്രൊഫസ് ആൻഡ് പ്രൊപ്പഗേറ്റ് റിലീജിയൻ. അതായത് ഒരു മതം, ഏത് മതത്തിൽ വിശ്വസിക്കുന്നതിനും പിന്നെ അതേപോലെ തന്നെ അത് കൊണ്ടു നടക്കുന്നതിനും അത് പ്രചരിപ്പിക്കുന്നതിനും ഉള്ള അവകാശം ഒരു മൗലികാവകാശമായിട്ടാണ് നമ്മുടെ ഭരണഘടന നൽകിയിരിക്കുന്നത്, 25-ാം അനുച്ഛേദം. അപ്പോൾ ഒരാൾക്ക് സ്വന്തമായിട്ട്, അതായത് ഒരു പ്രായപൂർത്തിയായ ഒരു മനുഷ്യൻ, അതായത് ഇപ്പോൾ 18 വയസ്സായി കഴിഞ്ഞാൽ അയാൾക്ക് തീരുമാനിക്കാം അയാൾക്ക് ഏത് മതത്തിൽ വിശ്വസിക്കണം എന്നയാൾക്ക് തീരുമാനിക്കാം. അപ്പോൾ അയാൾ ഒരു മതത്തിൽ ജനിച്ചെന്നിരിക്കട്ടെ, അയാൾ ഇത് സ്വമേധയാ തീരുമാനിക്കുക, എനിക്ക് ഈ മതം വേണ്ട, ഞാൻ ജനിച്ചു പോയതുകൊണ്ട് ആ മതത്തിൽ ഞാൻ ജനിച്ചുപോയി, പക്ഷേ എനിക്ക് വേറെ മതം സ്വീകരിക്കണം എന്ന് പറഞ്ഞാൽ അയാൾ സ്വമേധയാ മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ അതിൽ തെറ്റ് പറയാൻ ഒക്കത്തില്ല. കാരണം അത് ഭരണഘടനാനുസൃതമായിട്ടുള്ള ഒരു അവകാശമാണ്, മൗലിക അവകാശമാണ്. നേരെ മറിച്ച് ഒരാളെ നിർബന്ധമായിട്ട് പിടിച്ച് ചതിച്ചും വഞ്ചിച്ചും അല്ലെങ്കിൽ ഭീഷണിപ്പെടുത്തിയും അതും അല്ലെന്നുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ വാഗ്ദാനങ്ങൾ, പണമൊക്കെ വാഗ്ദാനമൊക്കെ ചെയ്തും ഒക്കെ മതത്തിൽ പിടിച്ച് ചേർക്കുക, ഒരു മതത്തിലേക്ക് ചേർക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വളരെ വലിയൊരു തെറ്റാണ്. അത് പല സംസ്ഥാനങ്ങളും അതിനെതിരെ നിയമം പാസ്സാക്കിയിട്ടുണ്ട്. ആൻറ്റി കൺവേർഷൻ ലോസ് നിലവിലുള്ള സംസ്ഥാനങ്ങളുണ്ട്. അപ്പോൾ ഈ ആൻറ്റി കൺവേർഷൻ നിലവിലുള്ള ഒരു സംസ്ഥാനത്ത് വേറൊരാളെ മതത്തിൽ ചേർക്കാൻ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് നിർബന്ധമായ മതപരിവർത്തനം അല്ലെങ്കിൽ മനഃപൂർവ്വം ഒരാളെ മതപരിവർത്തനം നടത്തിക്കുക എന്ന് പറയുന്നത് ഒരു ഒഫൻസായിട്ട് ആണ് അതിനകത്ത് പറയുന്നത്. ഇവിടത്തെ അലിഗേഷൻ എന്ന് പറയുന്നത് നാസിക്കിൽ കുറച്ച് മുസ്ലിങ്ങൾ, അതായത് അവരെ ഗ്രൂപ്പ് ലീഡേഴ്സ്, അതിൽ ഉള്ള IT കമ്പനിയാണല്ലോ, അതിനകത്ത് ഗ്രൂപ്പ് ലീഡേഴ്സ് ഒക്കെ ആയിട്ടുള്ള ആളുകൾ, നിദാ ഖാൻ എന്ന് പറയുന്ന ഒരു സ്ത്രീ ഉൾപ്പെടെ ഉള്ള ആളുകൾ നിർബന്ധമായിട്ട് ആളുകളെ വിളിച്ച് ഓരോരുത്തരെ പല വിധത്തിലുള്ള പ്രലോഭനങ്ങൾ കൊടുത്തും ഭീഷണിപ്പെടുത്തിയും ഒക്കെ മതപരിവർത്തനം നടത്താൻ ശ്രമിച്ചു. അങ്ങനെയുള്ള എന്താണ്ട് 12ഓളം ഇരകൾ ഉണ്ട് എന്നൊക്കെയാണ് പറയുന്നത്. ഇരകൾ എന്തോന്നോട് വെച്ചാൽ എനിക്കറിഞ്ഞോ, എങ്ങനെ ഇരയാവുമെന്ന് പറഞ്ഞോ. അതിനകത്ത് പരാതി ഇപ്പോൾ ഒരാൾക്കുണ്ടെങ്കിൽ, അതായത് ഇപ്പോൾ മതപരിവർത്തനം നടത്തിയെന്നിരിക്കട്ടെ, അതിനകത്ത് ഒരാൾക്ക് പരാതിയുണ്ട്, ഞാനിത് കണ്ടുകൊണ്ട് പോയി അതിൽ ചേർന്നതാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർക്കും ഒന്നും ചെയ്യാൻ ഒക്കത്തില്ല. നേരെ മറിച്ച് എന്നെ നിർബന്ധിച്ച് ഇങ്ങനെ ചെയ്യിപ്പിച്ചതാണ്, എന്നെ ചതിച്ചും വഞ്ചിച്ചും എന്നെ പ്രലോഭിപ്പിച്ചും ഒക്കെ ചെയ്തതാണ് എന്ന് പറഞ്ഞാൽ അത് പ്രശ്നമാണ്, കുറ്റമാണ്. പിന്നെ ഞാനൊരു കാര്യം ആലോചിക്കുകയാണ്, ഈ മുസ്ലിം മതത്തിൽ, ഈ മുസ്ലിം ജാതിയിൽ, അതായത് ഇസ്ലാം മതത്തിൽ ആളില്ലാഞ്ഞിട്ട് വേണമല്ലോ ഇതുപോലെ വെളിയിൽ നിന്ന് ആളുകളെ ഇതിനകത്ത് കൊണ്ടുകൊണ്ടൊന്ന് ചേർക്കാൻ. ഇതുകൊണ്ടുള്ള ഉപയോഗം എന്താണ്? ഇതുകൊണ്ടുള്ള പ്രയോജനം എനിക്കറിയില്ല. ഇവിടെ ഈ ഒരു ഇസ്ലാമിലേക്ക് ആളിനെ ആകർഷിച്ചു കൊണ്ടുവരിക, അല്ലെങ്കിൽ പ്രലോഭിപ്പിച്ചു കൊണ്ടുവരിക, ചേർക്കുക എന്ന് പറയുന്നത് ആവശ്യമില്ലാത്ത ഒരു കാര്യമാണ്. അത് പരിശുദ്ധ ഖുർആൻ പോലും അതിനെതിരാണ്. അതിൻ്റെ കാരണം അതിലെ ഒരു സൂറത്തുണ്ട്, ഒരു പരിശുദ്ധ ഖുർആനിലെ ഒരു സൂറത്ത്, ഒരു അധ്യായം, അതിൽ പറയുന്ന കാര്യങ്ങൾ ഉള്ളത് ഇത്രയേ ഉള്ളൂ. അത് മലയാളത്തിൽ അത് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ നിങ്ങളുടെ മതത്തിൽ വിശ്വസിക്കുന്നു, ഞാൻ എൻ്റെ മതത്തിൽ വിശ്വസിക്കുന്നു, എനിക്ക് നിങ്ങളുടെ മതത്തിൽ വിശ്വസിക്കാൻ പറ്റുന്നതല്ല, അതുപോലെ നിങ്ങൾക്ക് എൻ്റെ മതത്തിലും വിശ്വസിക്കാൻ പറ്റുന്നതല്ല. അപ്പോൾ എനിക്ക് എൻ്റെ മതം, നിങ്ങൾക്ക് നിങ്ങളുടെ മതം എന്നാണ് അതിൻ്റെ അർത്ഥം. അതാണ് അതിൻ്റെ ചുരുക്കത്തിലുള്ള അർത്ഥം ഞാൻ ഈ പറഞ്ഞത്. ഇത് സൂറത്തുൽ കാഫറൂൻ എന്ന് പറയുന്ന ഒരു സൂറത്താണ്. അപ്പോൾ അതിനകത്ത് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുള്ളതാണ് ഈ കാര്യങ്ങൾ. അപ്പോൾ അത് അനുശാസിക്കുന്ന വിധത്തിലാണെന്നുണ്ടെങ്കിൽ എല്ലാ മതങ്ങളെയും നമ്മൾ സ്നേഹിക്കണം എന്നാണ്.
അതായത് സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ എല്ലാ മതങ്ങളെയും നമ്മൾ വിശ്വാസത്തിലെടുക്കണം. ആ പരസ്പരമായിട്ടുള്ള ഒരു ആ ഒരു വിശ്വാസം ഈ കാര്യത്തിൽ വേണം. അതായത് ഒരാളുടെ മതത്തിൽ നിങ്ങൾ നിങ്ങളുടെ മതത്തിൽ വിശ്വസിച്ചോളൂ, ഞാൻ എൻ്റെ മതത്തിൽ വിശ്വസിക്കുന്നു, നിങ്ങൾക്ക് എൻ്റെ മതത്തിൽ വിശ്വസിക്കാൻ പറ്റുന്നതല്ല, അതുപോലെ എനിക്ക് നിങ്ങളുടെ മതത്തിലും വിശ്വസിക്കാൻ പറ്റുന്നതല്ല. നിങ്ങൾക്ക് നിങ്ങളുടെ മതം, എനിക്ക് എൻ്റെ മതം. ഇതാണ് അത് പറഞ്ഞേക്കുന്ന കാര്യം. ഇത് യഥാർത്ഥത്തിൽ എടുത്തു കഴിഞ്ഞാൽ ഇതുപോലെ ആരെങ്കിലും നിർബന്ധമായിട്ട് മതത്തിൽ ചേർക്കാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ നടക്കുന്നവരൊന്നും യഥാർത്ഥത്തിൽ ഇസ്ലാമിൽപ്പെട്ടവരല്ല എന്നാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഒരു മുസ്ലിം ആണെന്നുണ്ടെങ്കിൽ യഥാർത്ഥത്തിൽ പരിശുദ്ധ ഖുർആനിൽ അയാൾ വിശ്വസിക്കണം. ആ വിശ്വസിക്കുകയാണെന്ന് പറഞ്ഞാൽ അതിൻ്റെ സൂറത്തുകൾ ഒക്കെ നമ്മൾ വിശ്വസിച്ചേ പറ്റുള്ളൂ. അതിനകത്ത് പറയുന്ന കാര്യങ്ങൾ ഇങ്ങനെയാണ്. അതിൽ അടിയുറച്ച് വിശ്വസിക്കുന്ന ഒരാൾ മാത്രമാണ് ഒരാളെ മാത്രമേ നമുക്ക് മുസ്ലിം എന്ന് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള ഒരാളാണെങ്കിൽ അയാൾക്ക് മറ്റ് മതങ്ങളെ ബഹുമാനിക്കുന്നതിന് പകരം ആ മതം കൊള്ളത്തില്ല, ഇത് വളരെ നല്ലതാണ്, നീ ഇങ്ങോട്ട് പോരെ എന്ന് പറഞ്ഞ് പോയി പിടിച്ചോണ്ട് ചേർക്കാനൊന്നും പറ്റത്തില്ല. അങ്ങനെ ചെയ്താൽ അത് ഗുരുതരമായ തെറ്റുമാണ്. മതം പ്രചരിപ്പിക്കാനുള്ള അവകാശമൊക്കെ ഉണ്ട്. ആ പ്രചരിപ്പിക്കാനുള്ള അവകാശം എന്ന് പറഞ്ഞാൽ ഇത്തരം മാത്രമേ ഉള്ളൂ. അങ്ങേയറ്റം ഞാൻ എൻ്റെ മതത്തിൽ വിശ്വസിക്കുന്നു, അത് നല്ലതായതുകൊണ്ട് ഞാൻ വിശ്വസിക്കുകയാണ് എന്ന് മാത്രം പറയാമെന്നുള്ളതല്ല. അതിനപ്പുറത്തോട്ട് നിങ്ങളുടെ മതം കൊള്ളത്തില്ല, അതിനകത്ത് വിശ്വസിക്കാൻ പാടില്ല, നിങ്ങൾ ഇങ്ങോട്ട് പോരെ എന്നും പറഞ്ഞ് ഇതിൽ വിളിച്ചുകൊണ്ട് വരിക എന്നുള്ളതല്ല. ഒന്നാമത് ഇതിൻ്റെ ആവശ്യം എന്തുവാ ഉള്ളത്? ഈ രാജ്യത്ത് എല്ലാ നാനാജാതി മതസ്ഥർ താമസിക്കുന്ന രാജ്യമാണ്. അവിടെ നമ്മുടെ ഭരണഘടന അനുശാസിക്കുന്ന വിധത്തിൽ, അതായത് റിലീജിയസ് ഡൈവേഴ്സിറ്റി, മതപരമായ വൈവിധ്യം നിലവിൽ ഇരിക്കുന്ന ഈ രാജ്യത്ത് മതങ്ങളെല്ലാം പരസ്പരം സ്നേഹിക്കണം. അതിന് പകരം നിങ്ങൾ ഇന്നതിലേക്ക് പോകും, നിങ്ങൾ ഒന്നീ ക്രിസ്ത്യാനിറ്റിയിലേക്ക് പോകും എന്ന് ക്രിസ്ത്യാനികളും, നിങ്ങൾ മുസ്ലിമിലേക്ക് പോകും എന്ന് മുസ്ലിങ്ങളും പറയാൻ പോയി കഴിഞ്ഞാൽ അത് വളരെ തെറ്റാണ്, വളരെ തെറ്റായ ഒരു നടപടിയാണ്. അതിൻ്റെ ആവശ്യമില്ല, അങ്ങനെ ചെയ്യേണ്ട കാര്യമില്ല. നിങ്ങൾ ഇഷ്ടമുള്ള മതത്തിൽ നിങ്ങൾ വിശ്വസിച്ചോളൂ, അത് സ്വാതന്ത്ര്യമാണ്, മതസ്വാതന്ത്ര്യമാണ്, അത് ചെയ്യാം. അതിനപ്പുറത്തോട്ട് കടന്നുള്ള കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല. ഇപ്പോൾ ഇതിനകത്ത് കുറച്ച് പേരെ, ഏതാനും പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് നിദാ ഖാൻ എന്ന് പറയുന്ന ആ സ്ത്രീ ആണെന്നുണ്ടെങ്കിൽ അവർ ഒളിവിലാണിപ്പോൾ. എന്നിട്ട് ആൻറ്റിസിപ്പേറ്ററി ബെയിൽ മൂവ് ചെയ്തു. ആൻറ്റിസിപ്പേറ്ററി ബെയിൽ ഇവർക്ക് മുൻകൂർ ജാമ്യം കൊടുത്തില്ല. ഇവർ 2 മാസം ഗർഭിണിയാണ്, അതുകൊണ്ട് ആൻറ്റിസിപ്പേറ്ററി ബെയിൽ കൊടുക്കണം എന്നൊക്കെ പറഞ്ഞു. ഈ ഗർഭിണിയൊക്കെ ഇങ്ങനെയൊക്കെ ഉള്ള കാര്യം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ചെയ്യുന്നതിന് മുമ്പ് ആലോചിക്കണം. ഇനി ഇതൊക്കെ സത്യമാണോ? അതിപ്പോൾ ഞാനിത് പറയാതിരുന്നതിൻ്റെ കാര്യം എന്തെന്നറിയോ? ഇത് സത്യമാണോ അല്ലയോ എന്നുള്ളത് എനിക്കറിയില്ല. കാരണം സാധാരണ ഒരു ശരിയായ ഒരു മുസ്ലിം ഒരു കാരണവശാലും ചെയ്യുന്ന ഒരു പ്രവൃത്തിയല്ല ഈ പറഞ്ഞ പ്രവൃത്തി. അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് തെറ്റാണ് എന്നേ പറയാൻ പറ്റുള്ളൂ. ഇപ്പോഴും എനിക്കറിയില്ല. കാരണം ഇത് നമുക്ക് എൻ്റെ വിശ്വാസത്തിനൊക്കെ എതിരാണിത് ഈ പറയുന്ന കാര്യം. അതായത് ഒരു മുസ്ലിം ആണെന്നുണ്ടെങ്കിൽ അയാൾ പരിശുദ്ധ ഖുർആനിൽ വിശ്വസിക്കുന്ന ആളാണെന്നുണ്ടെങ്കിൽ ഞാൻ ഈ പറഞ്ഞ സൂറത്തിലെ വചനങ്ങളനുസരിച്ച് നിർബന്ധമായിട്ടും മറ്റു മതങ്ങളെ റെസ്പെക്റ്റ് ചെയ്ത് ബഹുമാനിക്കാൻ ഉള്ള ഒരു താല്പര്യം അയാൾക്ക് വരുള്ളൂ. അതാണ് അയാൾ ചെയ്യേണ്ടത്. അല്ലാതെ ആ മതത്തിൽ നിന്ന് പിടിച്ച് എൻ്റെതാ നല്ലത്, ഇങ്ങോട്ട് പോരെ എന്ന് പറയുന്ന ആ കാഴ്ചപ്പാട് തെറ്റാണ്. അത് ഏത് മതത്തിൽ ആരെ കൊണ്ട് ചേർക്കാൻ പോയാലും അത് തെറ്റാണ്. അപ്പോൾ അതൊന്നും മനസ്സിലാക്കിയിരിക്കണം എല്ലാവരും. അതുകൊണ്ട് ഞാനിത് പറഞ്ഞെന്താണെന്നറിയോ, ഇത് എന്താണ് ഇതിൻ്റെ സത്യസ്ഥിതി എന്ന് എനിക്കറിയില്ല, ഇൻവെസ്റ്റിഗേഷൻ നടക്കുകയാണ്. പക്ഷേ ഇങ്ങനെ നിർബന്ധമായിട്ട് ആരെങ്കിലും മതത്തിൽ ചേർത്തിട്ടുണ്ടെങ്കിൽ അത് ഗുരുതരമായ തെറ്റ് തന്നെയാണ്. അത് പറയുന്നതിന് എനിക്കൊരു വിഷമവുമില്ല, എനിക്ക് അത് പറയുന്നതിന് പേടിയില്ല, സങ്കടവുമില്ല. കാരണം ഞാൻ ഇങ്ങനെയുള്ള കാര്യത്തിൽ ഞാൻ വിശ്വസിക്കുന്നില്ല. ഒരാളെ പിടിച്ച് മതത്തിൽ കൊണ്ടുവന്നാൽ അത് കൊള്ളാം, നമ്മുടെ മതത്തിൽ ആളെ കൂട്ടണം. ഇതിനകത്ത് ആളെ കൂട്ടേണ്ട കാര്യം എന്താ? ഈ ഉള്ളവന് തന്നെ ഇവിടെ ജീവിക്കാൻ വയ്യാതിരിക്കുക. അന്നേരം അതിന് വെളിയിൽ നിന്ന് പോയി ഓരോരുത്തരെയും കൂടെ വിളിച്ചതിനകത്ത് കൊണ്ടുവരാൻ പോകുന്നത്. ഈ ഉള്ളവനെ ഇവിടുന്ന് പറക്കി കളയുന്ന എന്താണെന്നുള്ളതിനെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളുള്ള നാട്ടിൽ അവിടെ പുതിയ എണ്ണത്തിനെയും കൂടെ പിടിച്ച് ഇങ്ങോട്ട് കൊണ്ടുവരുന്നതിനെക്കുറിച്ച് ആലോചിക്കുക എന്ന് പറഞ്ഞാൽ അത് ശരിയായ കാര്യമാണോ? ചെയ്യുന്നത് ശരിയല്ല, ഗുരുതരമായ തെറ്റാണ്. അത് നമ്മുടെ ഭരണഘടനയെ അനുശാസിക്കുന്ന മതസ്വാതന്ത്ര്യത്തിൽപ്പെടുന്ന ഒന്നല്ല ഒരാളെ നിർബന്ധിച്ച് മതത്തിൽ ചേർക്കുന്നത്.